കേരളത്തിലെ ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് ബിജെപിയോടുള്ള അസംതൃപ്തി പരിഹരിക്കുക എന്ന ദൗത്യമാണ് പി.സി. ജോർജിനെ ബിജെപി ഏൽപ്പിച്ചിരിക്കുന്നത്. ക്രൈസ്തവ മുസ്ലിം ജനവിഭാഗങ്ങളുടെ പിന്തുണ ആർജിച്ചുകൊണ്ട് മാത്രമേ കേരളത്തിൽ വേരുറപ്പിക്കാൻ കഴിയൂ എന്ന് ബിജെപി ദേശീയ നേതൃത്വത്തിന് നന്നായി അറിയാം. എ.പി. അബ്ദുള്ളക്കുട്ടി, അൽഫോൺസ് കണ്ണന്താനം, അനിൽ ആന്റണി തുടങ്ങിയ നേതാക്കളെ ബിജെപിയിൽ എത്തിച്ചതിന് പിന്നിലും ന്യൂനപക്ഷ പിന്തുണ നേടിയെടുക്കാനുള്ള ശ്രമങ്ങൾ തന്നെയായിരുന്നു. എന്നാൽ വേണ്ട വിധത്തിൽ അത് പ്രാവർത്തികമായില്ല എന്നു മാത്രം. ക്രിസ്തുമസിനും പുതുവർഷത്തിനും ക്രൈസ്തവ ദേവാലയങ്ങളും വീടുകളും സന്ദർശിച്ച പ്രധാനമന്ത്രിയുടെ ആശംസകൾ നേരിട്ട് അറിയിക്കുന്ന തന്ത്രങ്ങൾ പരീക്ഷിക്കാൻ തുടങ്ങിയതും ക്രൈസ്തവ ജനതയുടെ പിന്തുണ ആർജിക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമായി തന്നെയാണ്. എന്നാൽ ചില മത അധ്യക്ഷന്മാരുടെ പിന്തുണ നേടിയെടുക്കാൻ കഴിഞ്ഞുവെന്നല്ലാതെ സംഘടിത സ്വീകാര്യത ലഭിക്കാൻ ഇതുകൊണ്ടൊന്നും കഴിഞ്ഞിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. കേരളത്തിലെ പല ക്രൈസ്തവ ദേവാലയങ്ങളും ഹൈന്ദവ ക്ഷേത്രങ്ങളായിരുന്നുവെന്നും അവയൊക്കെ തിരിച്ചു പിടിക്കേണ്ടതുമുണ്ട് എന്ന മട്ടിൽ സംഘപരിവാർ നേതാക്കൾ സമീപകാലത്ത് പ്രചാരണം ആരംഭിച്ചതിനെ വളരെയധികം ആശങ്കയോടെയാണ് ക്രൈസ്തവ കേന്ദ്രങ്ങൾ വീക്ഷിക്കുന്നത്. ഇതിനു മുൻപ് ക്രിസ്ത്യൻ മിഷണറിയായിരുന്ന ഗ്രഹാം സ്റ്റുവർട്ട് സ്റ്റെയിൻസിനെയും മക്കളെയും ബജ്രംഗ്ദൾ പ്രവർത്തകർ ചുട്ടുകൊന്നതിനെയും വളരെയധികം ഭീതിയോടെയാണ് ക്രൈസ്തവ സമൂഹം ഇപ്പോഴും നോക്കിക്കാണുന്നത്. ഇപ്പോൾ മണിപ്പൂരിലെ സംഭവ വികാസങ്ങളും അവരുടെ ആശങ്കകൾക്ക് തീ പടർത്തുന്ന വിധത്തിലാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് മധ്യ കേരളത്തിൽ പി.സി. ജോർജിനെ രംഗത്തിറക്കി ക്രൈസ്തവ അനുകൂല അന്തരീക്ഷം പതിയെ സൃഷ്ടിക്കാനുള്ള നീക്കങ്ങൾ ബി.ജെ.പി. നേതൃത്വം ആരംഭിച്ചത്. തന്റെ ഇടപെടലുകൾ വഴി ബി.ജെ.പിക്ക് അനുകൂല അന്തരീക്ഷം സൃഷ്ടിക്കാൻ കഴിഞ്ഞാൽ തന്റെ രാഷ്ട്രീയ ഭാവിക്കത് ഏറെ സഹായകമായിരിക്കും എന്ന് മറ്റാരേക്കാളും നന്നായി അറിയുന്നതും പി.സി. ജോർജിന് തന്നെയാണ്. എക്കാലത്തും ബി.ജെ.പിക്ക് തലവേദനയായ ഗ്രഹാം സ്റ്റെയിൻസ് കൂട്ടക്കുരുതിയിൽ പ്രതിസ്ഥാനത്തുള്ള ബജ്രംഗ്ദൾ സംഘപരിവാർ പ്രവർത്തകർക്ക് ക്ലീൻ ചിറ്റ് നൽകി പി.സി. ജോർജ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഗ്രഹാം സ്റ്റെയിൻസിനെയും മക്കളായ ഫിലിപ്പിനെയും തിമോത്തിയെയും ചുട്ടുകൊന്നത് അവരുടെ പ്രവർത്തന ദൂഷ്യം കൊണ്ടാണെന്നും അതിന് സംഘപരിവാറിനെ കുറ്റം പറയേണ്ടതില്ലെന്നുമാണ് പി.സി. ജോർജിന്റെ ഭാഷ്യം. ഒട്ടേറെ ഹിന്ദുക്കളെ സ്റ്റെയിൻസ് മതം മാറ്റിയിരുന്നുവെന്നും അതിൽ പ്രതിഷേധമുള്ള ആരോ ചെയ്ത കൊലപാതകമാണിതെന്നും അതിലേക്ക് ഹൈന്ദവ സംഘടനകളെ വലിച്ചിഴക്കേണ്ട കാര്യമില്ലെന്നുമുള്ള മട്ടിലാണ് സംഘപരിവാറിനെ പി.സി. ജോർജ് ന്യായീകരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇത് ചരിത്ര വസ്തുതകൾക്ക് നിരക്കുന്നതല്ല എന്ന തെളിവുകൾ വ്യക്തമാക്കുന്നുണ്ട്. 25 വർഷം മുമ്പ് നടന്ന ഈ നിഷ്ഠൂര കൃത്യത്തെക്കുറിച്ച് അന്വേഷണം നടത്തിയ വാദിയ കമ്മീഷൻ ഗ്രഹാം സ്റ്റെയിനിന്റെ നേതൃത്വത്തിൽ നിർബന്ധിത മതപരിവർത്തനം നടത്തിയിട്ടില്ല എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. കേസിലെ പ്രതികൾ ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ചു വരികയുമാണ്. ഈ സന്ദർഭത്തിൽ സംഘപരിവാറിനെ വെള്ളപൂശി ജോർജ് രംഗത്ത് വന്നത് ഉന്നത ബി.ജെ.പി. നേതാക്കളുടെ പിന്തുണ ലക്ഷ്യം വെച്ച് തന്നെയാണ്. മണിപ്പൂർ വിഷയത്തിൽ നരേന്ദ്രമോദിയെ മാത്രം കുറ്റം പറയുന്നതിൽ ഒരർത്ഥവുമില്ലെന്നും പി.സി. വാദിക്കുന്നുണ്ട്. മണിപ്പൂർ വിഷയം വഷളാക്കിയതിൽ മുൻ പ്രധാനമന്ത്രിമാരായ ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, മൊറാർജി ദേശായി, ലാൽ ബഹദൂർ ശാസ്ത്രി, വി.പി. സിംഗ് തുടങ്ങിയ നേതാക്കൾക്കും ഉത്തരവാദിത്തമുണ്ടെന്നാണ് ജോർജിന്റെ വാദം. കർഷകരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനു വേണ്ടിയാണ് താൻ ബി.ജെ.പിയുടെ അംഗത്വം സ്വീകരിച്ചതെന്നുവരെ പൊതുയോഗങ്ങളിൽ പി.സി. ജോർജ് തുറന്നടിക്കുന്നുമുണ്ട്. തെളിവുകളുടെ അഭാവമുണ്ടായാലും തന്റെ വാദമുഖങ്ങൾ ശക്തമായി അവതരിപ്പിക്കാൻ ജോർജിന് നല്ല വൈഭവം തന്നെയുണ്ട്. വിവാദമാകുമ്പോൾ അതുപോലെ അതിനെ തള്ളിപ്പറയുന്നതും പി.സി. ജോർജിന്റെ മറ്റൊരു സ്റ്റൈലുമാണ്. ഇരു മുന്നണികളിലും ഇരിപ്പിടം കിട്ടാതെ പുറത്തു നിന്നിരുന്ന കാലത്ത് പോപ്പുലർ ഫ്രണ്ട് നേതൃത്വമാണ് പി.സിക്ക് പിന്തുണ നൽകാനെത്തിയത്. അന്ന് പോപ്പുലർ ഫ്രണ്ടിനെയും എസ്.ഡി.പി.ഐയെയും വാഴ്ത്തിപ്പാടാൻ ജോർജ് മത്സരിക്കുകയായിരുന്നു. താൻ എസ്.ഡി.പി.ഐയുടെ ജനപ്രതിനിധിയാണെന്നുവരെ അക്കാലത്ത് പി.സി. ജോർജ് പ്രസംഗിച്ചിരുന്നു. ഇപ്പോൾ ജോർജിന്റെ ഏറ്റവും വലിയ ശത്രുക്കളാണ് എസ്.ഡി.പി.ഐക്കാർ എന്നത് മറ്റൊരു കൗതുകം. ഇപ്പോൾ ക്രിസ്ത്യൻ മിഷണറിയെയും മക്കളെയും ചുട്ടുകൊന്നതിൽ ബി.ജെ.പിക്ക് ക്ലീൻ ചിറ്റ് നൽകുന്നതിലൂടെ സംഘപരിവാർ കേന്ദ്രങ്ങളുടെ ഗുഡ് ബുക്കിൽ കയറി പറ്റാനുള്ള നീക്കമാണ് പി.സി. ജോർജ് നടത്തുന്നത്. എന്നാൽ ഈ വിധം ഞാണിന്മേൽ കളികളെ ക്രൈസ്തവ സമൂഹം മുഖവിലയ്ക്ക് എടുക്കാനുള്ള സാധ്യതകൾ തുലോം കുറവാണ് എന്നതാണ് യാഥാർത്ഥ്യം.